കഥകൾക്കൊപ്പം. സിംഹവും എലിയും. പണ്ട് ഒരു കൊടും വനത്തിൽ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു സിംഹം ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അവൻ കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ ഒരു ചെറിയ എലി അടുത്തുള്ള പുല്ലിലൂടെ പാഞ്ഞു. ആകസ്മികമായി എലി സിംഹത്തിന്റെ മൂക്കിൽ തട്ടി. സിംഹം ഒരു ഞെട്ടലോടെ എണീറ്റു. സിംഹം കോപം കൊണ്ട് അലറിക്കൊണ്ട് ചെറിയ എലിയെ തന്റെ കൂറ്റൻ കാലിൽ പിടിച്ചു. എന്റെ ഉറക്കം ശല്യപ്പെടുത്താൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? സിംഹം അലറി. ഇതിന് ഞാൻ നിന്നെ തിന്നാൻ പോകുന്നു. എലി ഭയന്ന് വിറച്ച് അപേക്ഷിച്ചു. അയ്യോ, ശക്തനായ സിംഹമേ, ദയവായി എന്നെ വിട്ടയക്കൂ. നിങ്ങളെ ഉണർത്താൻ ഞാൻ ഉദ്ദേശിച്ചതല്ല. നിങ്ങൾ എന്നെ വിട്ടയച്ചാൽ ഒരു ദിവസം നിങ്ങളുടെ ദയ തിരികെ നൽകുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അത് ഓർത്ത് സിംഹം ചിരിച്ചു. നിന്നെപ്പോലുള്ള ഒരു ചെറിയ ജീവിക്ക് എന്നെ എങ്ങനെ സഹായിക്കാനാകും? അവൻ പരിഹസിച്ചു. എന്നാൽ സന്തോഷവും ഉദാരതയും തോന്നിയ സിംഹം എലിയെ വിട്ടയച്ചു. കൊച്ചേ, ഓടിപ്പോകൂ, അവൻ പറഞ്ഞു. എന്റെ കണ്ണിൽ പെടാതെ നിന്നോണം. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വേട്ടക്കാർ കാട്ടിൽ വന്ന് സിംഹത്തിന് കെണിയൊരുക്കി. സിംഹം കാട്ടിലൂടെ പാഞ്ഞെടുക്കുമ്പോൾ കെണിയിൽ ചവിട്ടി ശക്തമായ വലയിൽ കുടുങ്ങി. അവൻ അലറുകയും പാടുപെടുകയും ചെയ്തു. പക്ഷേ അവൻ കൂടുതൽ നീങ്ങുന്തോറും വല മുറുകി. സിംഹത്തിന്റെ ഗർജനം കേട്ട് ചെറിയ എലി ഓടിവന്നു. വിഷമിക്കേണ്ട, ശക്തനായ സിംഹമേ, ഞാൻ നിന്നെ സഹായിക്കും, എലി പറഞ്ഞു. എലി വേഗത്തിൽ ജോലിയിൽ പ്രവേശിച്ചു. മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് കയറുകൾ കടിച്ചുകീറി. അവൻ ചവച്ചരച്ച് അവസാനം വല മുഴുവനായി പൊട്ടിയതിനുശേഷം സിംഹത്തെ മോചിപ്പിച്ചു. സിംഹം എഴുന്നേറ്റ് അത്ഭുതത്തോടെയും നന്ദിയോടെയും പറഞ്ഞു. എലിയെ, നീ എന്റെ ജീവൻ രക്ഷിച്ചു, അവൻ പറഞ്ഞു. ഏറ്റവും ചെറിയ ജീവികൾക്ക് പോലും വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. സിംഹവും എലിയും നല്ല സുഹൃത്തുക്കളായി വനത്തിൽ സമാധാനപരമായി ജീവിച്ചു.